ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരുപാട് ദിവസമായി പുഡിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങാപ്പാലും ബ്രെഡും വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് തേങ്ങാപ്പാൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള ഫസ്റ്റ് പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് റെഡിമെയ്ഡ് പാൽ ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലോട്ട് ഒന്നിക്ക് നമ്മുടെ ഈ എടുത്തിട്ടുള്ള പാൽ തന്നെ ചേർക്കുക, അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ പാൽ ചേർത്തിട്ട് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇത് നമ്മുടെ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. നമ്മൾ ബ്രെഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ബ്രെഡിന് ഇത് വലിച്ചെടുക്കാൻ പറ്റണം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ഭാഗം സ്കിപ്പായിപ്പോയി. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ട്രേ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ എല്ലാ ഭാഗത്തുമായിട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, തേങ്ങാപ്പാൽ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കുറുക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെ ഞാൻ 1 ടീസ്പൂണോളം ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മേലെ ഒരു ലെയർ കൂടി ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത ശേഷം പിന്നെ നമ്മുടെ ബാക്കിയുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരുപാട് കട്ടിയാക്കി എടുക്കരുത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേനും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ചെയ്തെടുക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.